everyone, it's me Sabitha Charles from Poothurans. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 40s by 40s ആയിട്ടുള്ള പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് കേട്ടോ. കുറച്ച് നാളിന് ശേഷമാണ് ഞാനിത് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 95 rupees പെർ മീറ്ററിലാണ്. ഞാൻ 40s by 40s എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട് എന്താ സംഭവം എന്നുള്ളത്. അതായത് എൻ്റെ ത്രെഡിൻ്റെ കൗണ്ടാണ് 40s by 40s 60s by 60s എന്നൊക്കെ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 40s by 40s ആയിട്ടുള്ള കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ്. അതുപോലെ തന്നെ ക്യാമ്പ്രിക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. 40s by 40s ത്രെഡ് കൗണ്ട് ഇങ്ങനെ താഴോട്ട് വരുന്തോറും തിക്നെസ് കൂടിയാണ് സാധാരണ വരാറ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ക്യാമ്പ്രിക്ക് തന്നെയും ലൈനിങ് ഇല്ലാണ്ട് ചെയ്യാനാണ് പറയാറ്. ഇത് ഒട്ടും തന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ നമുക്ക് നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെയും കൂടെ ഉള്ളൊരു ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒരു പാനൽ കട്ട് ഡ്രസ്സാണ് ഞാനിത് വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തിയൊക്കെ ചെയ്യാവുന്നതാണ്. കംഫർട്ടായിട്ട് വെയർ ചെയ്യാം. പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ 5 കളറാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ടെയിൽ ഗ്രീൻ കളറിലേക്ക് പോയിട്ടുള്ള ഒരു കളറിലാണ്. സെയിം ഡിസൈൻ തന്നെയാണ്, പ്രിൻ്റ് എല്ലാം തന്നെ സെയിം ആണ്, കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പോയിട്ടുള്ള കളറൊന്ന് പറയട്ടെ. ആ ഒരു ഗ്രീനിൻ്റെ അകത്ത് തന്നെ ലൈറ്റ് ഓറഞ്ചും മെറൂൺ കളറിലുമുള്ള പ്രിൻ്റുകളാണ്. എല്ലാം തന്നെ സ്ക്രീൻ പ്രിൻ്റാണ്. എല്ലാം സ്ക്രീൻ പ്രിൻറ്റിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ്. മാത്രമല്ല ഇതിൻ്റെ വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ്, ഈ കളറൊക്കെ നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് പോകുന്നത്. സെയിം ഡിസൈൻ തന്നെയാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. ഓരോ കളറും വെച്ച് കാണിക്കുമ്പോൾ അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് കാണിക്കാനാണ് അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ, 95 rupees മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. പെർ മീറ്റർ 95 rupees ആണ്. ഇതിൻ്റെ തന്നെ 4 കളറും കൂടെ ഉണ്ട്. നെക്സ്റ്റ് വൺ കാണുന്നത് ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്, റോയൽ ബ്ലൂ എന്ന് പറയാം. അതിനകത്ത് തന്നെ ഒരു ഗ്രീനിൻ്റെ കളറും റെഡ് കളറിലുമായിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ പോകുന്നത്. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇത് വരുന്നത് കേട്ടോ. അതിൻ്റെ ഡിസൈൻ എല്ലാം ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ആ ഒരു ബോർഡർ പോകുന്നുണ്ട്. റെഡ് കളറിലും ഗ്രീൻ കളറിലും ഉള്ളൊരു ബോർഡറാണ് പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ സ്ലിറ്റിൻ്റെ സൈഡിലോ സ്ലീവിൻ്റെ എൻഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് റെഡ് കളറിലാണ്, ഒരു ബ്ലഡ് റെഡ് കളർ എന്ന് പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഗ്രീൻ കളറിലും ക്രീം കളറിലും ഒക്കെയുള്ള പ്രിൻ്റുകളാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു മെഹന്തി യെല്ലോ കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ പ്രിൻറ്റിനകത്ത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ പ്രിൻറ്റുകളെല്ലാം തന്നെ പോകുന്നത്. ഇതിൻ്റെ വൺ സൈഡിനകത്ത് പോകുന്നതും ഒരു ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. അത് ഗ്രീൻ കളറിലാണ് ആ ബോർഡറിനകത്തുള്ള കളർ വന്നിരിക്കുന്നത്. എല്ലാം സ്ക്രീൻ പ്രിൻ്റാണ്. 95 rupees പെർ മീറ്ററിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ. ഗ്രീനിൻ്റെ തന്നെ വേറൊരു ടോണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും 40s by 40s തന്നെയാണ്. നമ്മളിന്ന് കാണുന്നതെല്ലാം 40s by 40s ആയിട്ടുള്ള കോട്ടണിലുള്ളതാണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇതിനകത്ത് വൺ സൈഡിലൊരു ബോർഡർ പോകുന്നുണ്ട്, റെഡ് കളറിലുള്ള ബോർഡറാണ് പോകുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്. ബ്ലാക്ക് കളറിനകത്ത് തന്നെ റെഡും അതുപോലെ ഗ്രേയും കൂടെ കളറിലുള്ള പ്രിൻ്റുകളാണ് പോകുന്നത്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ആ ഒരു ബോർഡർ പോകുന്നുണ്ട്. ഗ്രേയും റെഡും കളറിലുള്ള ഒരു ബോർഡറാണ് സൈഡിൽ പോകുന്നത്. അപ്പോൾ വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് കാണിക്കേണ്ട കാര്യമില്ല. ഞാനിത് വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെയാണ്. ഇപ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരുന്ന 40s by 40s ആയിട്ടുള്ള ത്രെഡ് കൗണ്ടിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. 95 rupees മാത്രമേ ഇതിൻ്റെ പ്രൈസ് പെർ മീറ്റർ വരുന്നുള്ളൂ. അതുപോലെ തന്നെ 44 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഞാൻ വിഡ്ത്ത് ആദ്യം പറയാൻ വിട്ടുപോയി. പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഇങ്ങനെ അഡ്വാൻസ്ഡ് പറയുന്നതാണ്. ഫസ്റ്റ് വേർഷൻ മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്യുക. കളർ പോകുന്ന ഫാബ്രിക് അല്ല. നമ്മളിതൊക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഒത്തിരി കൊണ്ടുവന്നിരുന്നതാണ്. അപ്പോൾ പിന്നെയും കുറേ പേരൊക്കെ എനിക്ക് തോന്നുന്നു അധികം പേരും ഇത് നൈറ്റിക്കായിട്ടാണ് യൂസ് ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ നമുക്കിത് സൽവാറിനോ അല്ലെങ്കിൽ കുർത്തിക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യണുണ്ട് നൈറ്റി ഫാബ്രിക് ഒന്നുകൂടെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം തന്നെ നൈറ്റിക്കും യൂസ് ചെയ്യാവുന്ന ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നൈറ്റിക്ക് മാത്രമല്ല, ഞാൻ അതിനും കൂടി ഒരു ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമുക്ക് ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.